ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നത്. ദേ ഈ പോകുന്നവനുണ്ടല്ലോ, ചെറിയ എന്തും കൊണ്ടൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒറ്റ ഓട്ടം. അതിൻ്റെ പുറകെ ബാക്കിയുള്ളവരും താഴെ നിന്നവരെല്ലാം ഓടി ദേ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ ട്രേസ് ചെയ്ത് വരുവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല കേട്ടോ. നമ്മുടെ കൂടെ വന്നതല്ല. അവൻ്റെ ഒച്ച കേട്ടിട്ട് അതെന്തോ ഒരു സിഗ്നലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഓടി അവിടെ ഷെഡിൻ്റെ അവിടെ വന്ന് നിന്നു. ആരും അവിടെ അനുസരണക്കേട് കാണിച്ചില്ല. എല്ലാവരും വന്നു. ആ താഴെ നിന്ന് എല്ലാ കുതിരകളും മേളിൽ കയറി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ക്ലിഫിൻ്റെ മുനമ്പിലോട്ടാട്ടോ. അപ്പോൾ അപ്പുറത്തൊരു ക്ലിഫുണ്ട്. പക്ഷേ അതിൻ്റെ അവിടെ കുറച്ച് ഇതാപ്പുണ്ടോ പുറകേക്കുണ്ടോ, അവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ താന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ വേറൊരു വഴിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അത് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, ക്ലിഫിൽ കയറാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നടക്കുവാണ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിലെത്തി. പക്ഷേ ഇവിടെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. ഇന്നത്തെ കാലാവസ്ഥയും മോശമാണ്. വേണ്ടോ, ഞങ്ങള് ആ കാണുന്നതാണ് സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിൻ്റെ ഒരു ഭാഗം. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ട് താഴെ ബീച്ചിൽ കൂടെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ആ സ്ഥലത്ത് കയറണം. എന്നാലുള്ളൂ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള വ്യൂ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ റിയ പുറകെ വരുന്നുണ്ട്. റിയ ആണെങ്കിൽ ഹോഴ്സിനെ കണ്ട സന്തോഷം വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് പതുക്കെ പോവാം. അവളെ വീട്ടിൽ വിളിച്ച് എല്ലാവരും ഈ സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ നടന്ന് അങ്ങോട്ട് പോവാം. വീടല്ലേ എൻ്റെ വീട്ടിൽ താഴെ ചെന്നേ നിൽക്കുള്ളൂ. ഞങ്ങൾ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്നാന്ന് വെച്ചെങ്കിലുണ്ടല്ലോ, കുറച്ച് പേർക്ക് സൈക്കിളൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ ഓർത്ത് ഈ സൈക്കിളൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത് ഇവിടെ, അപ്പം നമുക്കിങ്ങനെ ഇത് ആസ്വദിച്ച് കണ്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷേ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പം മനസ്സിലായി കേട്ടോ എന്തിനാണ് സൈക്കിളെന്ന്. അവരൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. വീടല്ലേ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇനി എനിക്ക് പേടിയാട്ടോ അങ്ങോട്ട് പോവാൻ. ഇതിപ്പോൾ എഡ്ജായിട്ടുണ്ട്. എനിക്ക് പേടിയാണ് അങ്ങോട്ട് പോവാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ കുറച്ച് ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ലൈം സോൾട്ട് ക്ലിഫ് കേട്ടോ. ആരും ക്യാമറ പോയാൽ ആരും എടുത്തു തരാനില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ കാണിക്കാം. ഈ കാണുന്ന ഒരു ഭാഗം ഇടിഞ്ഞു പോകാറായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ചെറിയ വിള്ളലൊക്കെ ഉണ്ട്. അതിനർത്ഥം ഇത് ഇടിഞ്ഞു പോകാറായിട്ടുണ്ട്. പിന്നെ താഴെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നീ പേടിയാട്ടോ അങ്ങോട്ട് നോക്കാം. അയ്യോ, ഞാൻ കാണിച്ചു തരാം, ആൾക്കാരെ കാണിച്ചു തരാം. ഇതിൻ്റെ മേളിൽ എന്നിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. ശരിക്കും കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ഇത് നമ്മൾ ഈ ക്യാമറ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നന്നായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇത് ഒത്തിരി ആഴമുണ്ട് ഇതിന് കേട്ടോ. ഒന്നാമത്തെ മുടിയെല്ലാം വെട്ടിടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വാ. ഉരുണ്ട് പോകരുത്.
കല്ല് ഉരുണ്ട് പോകുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവല്ലേ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ദൂരത്ത് നടന്ന് നടന്ന് വന്ന് മടുത്ത് ഇതിൻ്റെ എഡ്ജിലെത്തി. ഇതിൻ്റെ ഇപ്പൊ ടോപ്പിലാണ് ഞങ്ങൾ. മടുത്ത് നടക്കാൻ വയ്യ. അയ്യോ, ഒന്നും പറയണ്ട. നല്ല സീനിക്ക് വ്യൂ ആണ്, പക്ഷേ മടുത്തു പോകും. ഞങ്ങൾ കുറേ ദൂരം നടന്നു, അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, ഇതാണ് ടോപ്പ് കേട്ടോ. ശരിക്കും നല്ലൊരു ദൂരമായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഇറോഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്ഥലം കണ്ടോ പുല്ലൊന്നും പിടിക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഇതിന് ഭാവിയിൽ ഇടിഞ്ഞ് വെള്ളത്തിൽ പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടല്ലേ. വാ, ദേ ഇനി കാണുന്നതാണ് നമ്മുടെ 7 സിസ്റ്റേഴ്സ് ക്ലിഫ്. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ട്, ചെറിയ മഴയുണ്ട്, ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ശരിക്കും കാഴ്ചകളൊന്നും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ഈവൻ വീഡിയോ എടുത്തിട്ടോ കാഴ്ചകളൊന്നും അത്ര ക്ലിയർ അല്ല. കാണിച്ചു തരാം. കണ്ടോ, നല്ല മഞ്ഞാണ്. റിയ, ഇത്ര അടുത്ത് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള ധൈര്യം എനിക്കില്ല കേട്ടോ. അപ്പം നമ്മളെ എല്ലാ കണക്ഷനും വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല, ആരെ വിളിക്കാൻ പറ്റത്തില്ല. പെട്ടുപോയാൽ പെട്ടതാണ്. പിന്നെ ഒത്തിരി നടക്കാനുണ്ട്. നടന്ന് ദേണ്ട ആ കാണുന്ന സ്ഥലത്ത് എത്തുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് വണ്ടി പിടിച്ച് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കും. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-3.5 മണിക്കൂറായിട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് നടന്നത്. പക്ഷേ ഒരുപാട് ദൂരമുണ്ട്. ഇതാ ഈ കാണുന്ന അങ്ങ് കാണുന്ന ഒരു ക്ലിഫില്ലേ, ആ ക്ലിഫിൻ്റെ സൈഡിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4-5 അല്ല അതിൽ കൂടുതൽ ക്ലിഫുകൾ ഞങ്ങൾ കയറി ഇറങ്ങി ഇതേണ്ട ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ഈ ഒരെണ്ണം കൂടെ കയറി ഇറങ്ങണം. ഈ ഒരെണ്ണം കൂടെ കയറി ഇറങ്ങിയാൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ പേര് ബെർലിംഗ് ഗ്യാപ്പ് എന്നാണ്. നമുക്കിവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം, അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര്. അപ്പോൾ അവിടെ ചെറിയൊരു സിറ്റി ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഞങ്ങൾ ക്യാബ് എടുത്ത് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനാണ്. കാരണം ഒത്തിരി മടുത്തു കേട്ടോ. അപ്പം അടുത്തു ഒരുപാട് നടന്ന് ഞങ്ങൾ ചത്ത് കേട്ടോ. ശരിക്കും പറഞ്ഞത് അങ്ങ് ആ ഇരുണ്ട് കാണുന്നില്ല, അതാണ് ഞങ്ങൾ വരാൻ തുടങ്ങിയ സ്ഥലം. അവിടുന്ന് പിന്നെ ഇങ്ങനെ ഒരു 5-6, 6, 7, 8 അറിയില്ല, എണ്ണാൻ പോലും പറ്റിയില്ല. അത്രയും ക്ലിഫുകൾ കയറി ഇറങ്ങിയാണ് വന്നത്.
അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും ഈ ഒരു ഇപ്പം നടക്കുന്ന ഒരു ക്ലിഫുണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെർലിൻ ക്യാപ്പാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ക്യാബ് കിട്ടുന്നതെന്ന് തോന്നുന്നത്. കാരണം ഞങ്ങൾ വന്ന ക്യാബിലെ ആൾ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. മടുത്ത് ഇനി എങ്ങനെയും അവിടെ നിന്ന് എത്തി വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയുള്ളൂ. നമുക്ക് വേണ്ട ആ കാണുന്ന താഴ്ചയില്ലേ, എത്തി അവിടെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഫൈനലി നമ്മൾ എത്തുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്, ബെർലിൻ ക്യാപ്പിലോട്ട് എത്തുകയാണ്. ഈ വഴി ശരിക്കും പറഞ്ഞ ഒരു ഊടുവഴിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൂട്ടൊരു ചെറിയ ഇടവഴിയില്ലേ എന്ന് പറഞ്ഞൊരു വഴിയാണ്. അതാണ്ടത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? വീടിൻ്റെ ഒരു സൈഡാണെന്ന് തോന്നുന്നു. എവിടെയൊക്കെ താമസിക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവർ എത്ര ദൂരം നടക്കണം. ഇല്ല, ഇവിടെ ഉണ്ടല്ലോ. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ടാണ്. റിസോർട്ടാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലോ ഈ സ്ഥലം. നമുക്കൊരു ഫോട്ടോ എടുത്താലും ഇവിടെ വന്നിട്ട്. ഇത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. ഒരു വിരലിൽ എണ്ണാവുന്നത്ര ഇത്. ഇനി അവർ റിസോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണോ എന്നും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ഭംഗിയേക്കാളും കൂടുതൽ സന്തോഷം തരുന്ന എന്താണെന്ന് വെച്ചാൽ നടന്ന് മടുത്തു. സോ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള ഒരു ആക്സസ് കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവറെ വിളിക്കണം, വീട്ടിൽ പോകണം. പറ്റുവാണെങ്കിൽ ഒന്ന് കടലിൽ ഇറങ്ങണം. അതിനി അങ്ങോട്ട് ചെന്നാൽ അറിയാം ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ വീട് കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. എന്ത് രസമാണ് കാണാൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ചില്ലൊക്കെ വെച്ചിട്ട് നല്ല കടലിനോട് അഭിമുഖമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ പഴയ കഥയ്ക്കകത്തും ഒക്കെ കാണുന്ന പോലെ ഇങ്ങനത്തെ തടിയുടെ ഇതൊക്കെ വെച്ചിട്ട്, ഫെൻസൊക്കെ വെച്ചിട്ട് അതിനകത്തൊരു വീട്, കടലിനോട് അഭിമുഖം. എന്താ രസമല്ലേ. പിന്നെ ചുറ്റിനും കുറേ മൊട്ടക്കുന്നുകളിൽ എന്തെങ്കിലുമൊക്കെ പൂക്കളുടെ കൃഷി. അന്തസ്. നല്ല രസമല്ലേ. ഇത് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. നല്ല രസം. എന്നൊക്കെ തടിയുടെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ തടിയുടെ കണ്ട ഗേറ്റൊക്കെ വെച്ചിട്ട്, ചെറിയ ഫെൻസൊക്കെ വെച്ച്, അങ്ങ് വരെ ഫെൻസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും നല്ലൊരു ലുക്കുണ്ട്. ഇതാ മൊട്ടക്കുന്നിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. കാലൊക്കെ ഒരുമാതിരി അവിടെ മഴ വരുന്നു. അങ്ങോട്ട് നോക്ക്. ഞാൻ വീഡിയോ എടുത്തോളാം, പൊക്കോ. ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ ആദ്യമായിട്ട് പോയത് ബ്രൈറ്റണിലെ ബീച്ചിലാട്ടോ. അപ്പം എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ നാട്ടിലുള്ള ഒരു ബീച്ച് പോലൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ
ബീച്ചുകൾ എന്നൊക്കെ പറയുന്നത് പെബിൾ ബീച്ചാണ് കൂടുതലുള്ളത്. പക്ഷേ സാൻഡ് ബീച്ചും ഉണ്ട് കേട്ടോ, പക്ഷേ വളരെ റെയറാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടില്ല, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം പെബിൾ ബീച്ചാണ്. അവിടെ നമുക്ക് നടക്കാൻ ഭയങ്കര പാടാണ്. അവിടെ ചെരുപ്പില്ലാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ കുഴപ്പമില്ല കേട്ടോ, കാണാനൊക്കെ ഭംഗിയുണ്ട്. പിന്നെ ബ്രൈറ്റണിൽ പോയപ്പോൾ വേറെ ടൈപ്പ് കളർ കല്ലുകളാണ്. ഇവിടെ വന്നപ്പോൾ കൂടുതലും ബ്ലാക്കിഷ് കളറായിരുന്നു കല്ലുകൾക്കൊക്കെ. പക്ഷേ അവിടുത്തെ ഇച്ചിരി കൂടി വേറെ കളറുകളൊക്കെ മിക്സ് ചെയ്തായിരുന്നു. ഈ പിള്ളേരെ നല്ല മഴയാണ്, നല്ലപോലെ മഴ നനഞ്ഞ് വല്ലാണ്ടായി. ഇത് കണ്ടോ മഴ, വേണ്ട മഴ നനയാൻ ഒട്ടും മടിയില്ലാതെ രണ്ടുപേര് മഴയത്ത് നനഞ്ഞ് കുളിച്ച്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിൻ്റെ അടുത്ത് പോയി അതെല്ലാം കണ്ട് തിരിച്ച് വന്നു. നല്ലപോലെ മഴയൊക്കെ നനഞ്ഞ്, ഇപ്പം നനഞ്ഞ കോഴിയെപ്പോലെയൊക്കെ ഉണ്ട്. വീണ്ടും നനഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞ് കുളിച്ച് വന്നു. നല്ല വിശപ്പുണ്ട്, തണുപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിരി ചിക്കൻ കഴിക്കാൻ വേണ്ടി കയറി. പിരി ചിക്കൻ ഓർഡർ ചെയ്തു. അവർ വേണ്ട അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. ഇതുവരെ കിട്ടിയില്ല, കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പിരി ഗ്രിൽഡ് ചിക്കനും നമ്മുടെ ഫ്രൈസും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പിടിക്കാം. അപ്പോൾ നമ്മളുടെ യാത്രയെല്ലാം കഴിഞ്ഞു, ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.